everybody. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ചധികം ഉണ്ട്, എന്നാലും അതൊന്ന് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 to 4 വർഷം ഒരു കോഴ്സ് നമ്മൾ പഠിക്കണം. സോ ആ കോഴ്സ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എനിക്കുണ്ടോ, എനിക്കത് 3-4 വർഷം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അത് താല്പര്യമുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം, യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ സ്കിൽസ്. അതായത് ആ ഒരു കോഴ്സിന് ആവശ്യമായിട്ടുള്ള, ആ കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്കിൽ ആൻഡ് പൊട്ടൻഷ്യൽ എനിക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ചില കോഴ്സസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ കേപ്പബിൾ ആണോ, എനിക്ക് അതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് തേർഡ് വൺ ഈസ് കരിയർ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു കോഴ്സ് ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് എനിക്കായിട്ട് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ടാവും. കാരണം ഞാൻ ഇപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ ചൂസ് ചെയ്തു, ഞാൻ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് 2 to 3-4 years ആകും. ആ സമയത്ത് ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റുമോ, അതിന് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് കരിക്കുലം, ഒരുപാട് പഴയ കരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. എസ്പെഷ്യലി ഇൻ ഗവൺമെന്റ് കോളേജസ് ഒരുപാട് പഴയ കരിക്കുലം, അത് പെട്ടെന്നൊന്നും അവർ ചേഞ്ച് ചെയ്യില്ല. കമ്പയറിംഗ് ടു ദാറ്റ്, ആ കരിക്കുലം അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കരിക്കുലം ആണോ, ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ജോബ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ഈ ഒരു കരിക്കുലം ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് കൊണ്ട് എനിക്കതിന് ഉപകാരം ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ കോളേജ്, ഞാൻ ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കും, ഈ ഒരു കോളേജ് ഏതൊക്കെ കോളേജിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നാൽ ഈ ഒരു കോളേജിൽ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ട രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ്, കാര്യങ്ങൾ, റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടോ. ഈ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ഈ ഒരു കോളേജിൽ നിന്ന് ഞാനിത് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഈ ഒരു കോളേജിന് വാലിഡിറ്റി ഉണ്ടോ, സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ, കോളേജിൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കോളേജുമായി റിലേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതർ തിങ് ഈസ് കോസ്റ്റ് ആൻഡ് ഫീ. അതായത് ഈ ഒരു കോഴ്സ് ഞാൻ പഠിച്ചിറങ്ങാൻ എനിക്ക് എത്ര പേയ്മെന്റ് വേണം. കാരണം ഫീസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഫീസ് അടയ്ക്കാതെ നമുക്ക് എക്സാംസും കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യാൻ കഴിയില്ല. സോ ഈ കോഴ്സ് പഠിച്ചിറങ്ങാനുള്ള ഒരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി എനിക്കുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. ആൻഡ് അതർ തിങ് ഈസ് ലൊക്കേഷൻ. ഒരുപാട് ദൂരം, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 kilometer പോകാനുണ്ട്. സോ ഐ ഹാവ് ടു വേക്കപ്പ് അറ്റ് ഏർലി 5 o'clock എന്നുള്ള രീതിക്കുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ ലൊക്കേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാതെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ദാറ്റ് മേ കോസ് ടു ഡ്രോപ്പ്. അത് നിങ്ങളത് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡെയിലി പോയി വരാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ലൊക്കേഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി എനിക്കുണ്ടോ എന്നങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിറങ്ങുന്ന ആ സ്ഥാപനത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഇന്റേൺഷിപ്സും പ്ലേസ്മെന്റ്സും തരുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ പലപ്പോഴും ചെയ്യാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് അഡ്വൈസ് സീക്ക് ചെയ്യുക. നമുക്ക് ആർക്കും ഇഷ്ടമില്ല അഡ്വൈസ് സീക്ക് ചെയ്യാനല്ലേ, അതുതന്നെയാണ് എപ്പോഴും നമ്മളുടെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറാറുള്ളത്. സോ ദ തിങ് ഈസ് ദാറ്റ് നമ്മളിത് കോഴ്സ് പഠിച്ച് ഇറങ്ങിയ ആൾക്കാരോട് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആൾക്കാരോട് ഇതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചോദിക്കാം. പൊതുവെ ചില കോഴ്സസ് ഒക്കെ ഭയങ്കര അഭിപ്രായമാണ്, ഇത് ബെസ്റ്റ് ആണെന്നാണ് പറയുക, ഇത് ബെസ്റ്റ് ആണ്, ഈ കോഴ്സ് ഇത് പഠിച്ചാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കും. പക്ഷെ ഇത് പഠിക്കുന്നവരടുത്ത് ചോദിച്ചു കഴിയുമ്പോഴാണ് ഒത്തിരി അധികം ട്രോമയിലൂടെ ആയിരിക്കും അവർ ചിലപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സോ ദ തിങ് ഈസ് ദാറ്റ് ഈ നമ്മൾ അഡ്വൈസ് സീക്ക് ചെയ്യുക, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കേപ്പബിൾ ആണോ, എന്നിട്ട് ഇതിനെ പറ്റിയുള്ള എല്ലാ A to Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് മാത്രം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ആഫ്റ്റർ ഓൾ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ അതിന് കേപ്പബിൾ ആവുന്നുള്ളത് നമുക്കൊരു റിയലൈസേഷൻ വരും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബാക്കി കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് നമുക്ക് ഉള്ളത് കൊണ്ട് വിൽ ബി വെരി ഈസി. So that is the very important thing that we have to take care while we are choosing a course. So that's all about course selection. Thank you.